അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ നബിയുടെ ഈ മകൾ റുഖയ്യ രോഗബാധിതയായി. ഹസ്ബ എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലെ 5-ാം പനി എന്നൊക്കെ പറയുന്ന ഒരു രോഗമാണ് അവരെ ബാധിച്ചത്. തീരെ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ അവരെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് അവർ ഒറ്റക്കാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, ഭർത്താവിനോട് അവിടെ നിന്ന് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ബദറിൽ യുദ്ധം നടന്നു. 300-ൽ പരം സഹാബാക്കളും 1000-ത്തോളം വരുന്ന ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടൽ നടന്നു. അത്ഭുതകരമായ രീതിയിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു. സഹാബാക്കൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ആ സന്തോഷ വാർത്ത മദീനക്കാരെ അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അയക്കുന്നത് സെയ്ദ് ബിൻ ഹാരിസയും അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു രണ്ടുപേരാണ്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ സന്തോഷ വാർത്തയും കൊണ്ട് മദീനത്തേക്ക് എത്തുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്റെ മകൻ ഉസാമയും കൂടെ ഉസ്മാനും ഒക്കെ കൂടിയിട്ട് നബി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിയെ അടക്കം ചെയ്തിട്ട് മണ്ണ് വാരിയിടുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അത്രയും ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ഒരു വലിയ സന്തോഷ വാർത്തയുമായിട്ട് ഞാൻ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. റസൂലുള്ള പിന്നെയും ലേറ്റ് ആയിട്ടാണ് മദീനത്തേക്ക് എത്തുന്നത്. 17 കഴിഞ്ഞ് പിന്നെയും ലേറ്റ് ആയിട്ട്. അതായത് റമളാൻ തീരാനാവുമ്പോൾ പെരുന്നാളിന്റെ മുമ്പ്, അന്ന് ആദ്യത്തെ റമളാനാണ്. അങ്ങനെയാണെങ്കിൽ ആ റമളാനിന് ശേഷം വരാൻ പോകുന്ന പെരുന്നാൾ ആദ്യത്തെ പെരുന്നാളാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് അത്ഭുതകരമായി ബദറിൽ ജയിച്ച സന്തോഷമുണ്ട്, മറുഭാഗത്ത് അവർ ആദ്യത്തെ പെരുന്നാളിനെ വരവേൽക്കാൻ പോവാ. അതിന്റെ ആഹ്ലാദമുണ്ട്. മദീന മൊത്തവും സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. പക്ഷെ മദീനത്തേക്ക് ആ സൈന്യം തിരിച്ചെത്തുമ്പോൾ ഒരാൾ മാത്രം ഭയങ്കര ദുഃഖത്തിലാണ്, ഭയങ്കര വിഷമത്തിലാണ്. അയാൾക്ക് ആ വിഷമം താങ്ങാൻ കഴിയുന്നില്ല. കാരണം അയാളെ കാത്തിരിക്കുന്നത് സ്വന്തം മകളുടെ മരണ വാർത്തയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞുടനെ മദീനയിലെത്തി നേരെ ബഖീയിൽ പോയി ഒരുപാട് നേരം അവിടെ നിന്ന് അവർക്ക് വേണ്ടി കരഞ്ഞു ദുആ ചെയ്തു. വെറും 22 വയസ്സായിരുന്നു ആ മകള് മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സന്ദർഭത്തിൽ പോലും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടി വിട്ടിരുന്നില്ല. എപ്പോഴും ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം ഇത് ദുനിയാവാണ്. ഇവിടെ സന്തോഷിക്കേണ്ട ഗേഹമല്ല, ആഹ്ലാദിക്കേണ്ട ഭവനമല്ല, റാഹത്ത് റെസ്റ്റ് എടുക്കേണ്ട വീടല്ല ഇത്. മറിച്ചോ ഇവിടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഉണ്ടാവുക. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്തിനാ ബേജാറാകുന്നത്? ഇനി നമുക്ക് യാതൊരു ബേജാറും വേണ്ട. എന്ത് പ്രശ്നം വന്നാലും റസൂലുള്ളാഹിന്റെ പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. റസൂലുള്ളാഹിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചെറുതായി മാറും.